കളീക്കവിളയിൽ നടന്ന കൊലപാതകം നമ്മളെ ആകെ ഞെട്ടിച്ചു. ആ കൊലപാതകത്തിൽ ഇപ്പോഴും ചില ദുരൂഹതകൾ ബാക്കിയുണ്ട്. ഒരു സിനിമാ മോഡൽ കൊലപാതകമാണത്. കളീക്കവിള കൊലപാതകത്തിൽ പ്രതികളെക്കുറിച്ച് നിർണായക തെളിവുകൾ ലഭിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. കൊല്ലപ്പെട്ട ദീപു സോമന്റെ ബിസിനസ് സുഹൃത്തുക്കളെയും ജീവനക്കാരെയും തമിഴ്നാട് പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നു. നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്. സുനിഷ അയ്യല്ലൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ അയ്യല്ലൂർ, വെരി ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. അപ്പോൾ ഈ കളീക്കവിളയിലെ കൊലപാതകം അതൊരു സിനിമാറ്റിക് കൊലപാതകം പോലെയാണ് നമ്മൾ ഇന്നലെ ആ വാർത്ത ശ്രദ്ധിച്ചപ്പോൾ തോന്നിയത്. 10 ലക്ഷം രൂപ കാണാതായി. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ് പാർട്ട്ണർമാരിലേക്കൊക്കെ അന്വേഷണം പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സുനിഷ അയ്യല്ലൂർ സംഭവിച്ചത്? ഒന്ന് പ്രേക്ഷകരോട് ഒന്ന് വിശദീകരിക്കൂ. തീർച്ചയായിട്ടും അരുൺ, കഴിഞ്ഞ ദിവസമാണ് ഈ കളിയക്കാവിളെ വെച്ച് ഈ കാറിൽ മരിച്ച നിലയിൽ ദീപുവിനെ കാണുന്നത്. കഴുത്തറുത്ത കൊലപ്പെടുത്തിയ നിലയിലായിരുന്നു. പിന്നാലെ തന്നെ അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ നൈറ്റ് പെട്രോളിങ്ങിനെത്തിയ പോലീസാണ്, തമിഴ്നാട് പോലീസാണ് ഇത്തരത്തിൽ ദീപുവിൻ്റെ മൃതദേഹം കാണുന്നത്. മലയൻകീഴ് സ്വദേശിയാണ്. അതിന് പിന്നാലെയാണ് ഈ അന്വേഷണം നീളുകയും ചെയ്യുന്നത്. അതിനിടയിലാണ് ഒരു CCTV ദൃശ്യം ലഭിക്കുന്നത്. അതിൽ ഈ കളിയക്കാവിളയിൽ നിർത്തിയിട്ട കാറിൽ നിന്നും ഒരാൾ പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ കൃത്യമായി CCTVയിൽ CCTV ദൃശ്യത്തിൽ കാണാമായിരുന്നു. പിന്നാലെ അത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം നടത്തുകയായിരുന്നു. അതിനിടയിലാണ് ദീപുവിൻ്റെ ഭാര്യ തന്നെ ഇത്തരത്തിൽ ചില ഭീഷണികൾ ഉണ്ടായിരുന്നു, ഗുണ്ടാ ഭീഷണികൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ അത്തരത്തിൽ ഈ നേരത്തെ പുറത്തേക്ക്, അതായത് 10 ലക്ഷം രൂപയുമായി പുറത്തേക്ക് പോയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിരുന്നു. നെയ്യാറ്റിൻകര സ്വദേശിയായിട്ടുള്ള ഒരു ഈ JCB വാങ്ങാനായി പോകുന്നു എന്നതായിരുന്നു അറിയിച്ചിരുന്നത്. ഒപ്പം തന്നെ നെയ്യാറ്റിൻകരയിലുള്ള JCB ഓപ്പറേറ്റർ കൂടി ഉണ്ട് എന്നതാണ് ക്രഷർ യൂണിറ്റിലെ ഒരു ജീവനക്കാരൻ പറയുകയും ചെയ്തത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഏതായാലും അന്വേഷണ സംഘം അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. പ്രതിയെക്കുറിച്ച് നിർണായകമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു അന്വേഷണം ഉണ്ടായിരുന്നത്. പ്രതികൾ എന്ന് സംശയിക്കുന്ന എല്ലാവരുടെയും മൊബൈൽ ഫോൺ ലൊക്കേഷൻ ട്രേസ് ചെയ്തുകൊണ്ടായിരുന്നു നിലവിൽ പോലീസ് അന്വേഷണ സംഘം അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നത്. ഏതായാലും അത്തരത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ അരുൺ പറഞ്ഞതുപോലെ ദീപു സോമന്റെ ബിസിനസ് പങ്കാളികൾ, ഒപ്പം തന്നെ ജീവനക്കാർ, പരിചയമുള്ളവർ, ഇവരുടെയൊക്കെ തന്നെയും മൊഴി രേഖപ്പെടുത്തുക, ഇവരെയൊക്കെ തന്നെയും ചോദ്യം ചെയ്യുക എന്നതുകൂടി അന്വേഷണ സംഘം നീങ്ങുന്നുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണവും നടക്കുകയാണ്. ഒപ്പം തന്നെ നേരത്തെ തന്നെ ഇത്തരത്തിൽ ഭീഷണി ഉണ്ടായിരുന്നു എന്നൊരു കാര്യം ഭാര്യ തന്നെ പറഞ്ഞിട്ടുണ്ട് ദീപു സോമന്റെ. അതുകൊണ്ട് അത്തരത്തിൽ ദീപു സോമന്റെ ഫോൺ കോളുകൾ, വന്ന മെസ്സേജുകൾ എന്തെങ്കിലും തരത്തിൽ ഇതിനു മുന്നേ ഒരുപക്ഷെ പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും രീതിയിൽ മെസ്സേജുകളോ കോളുകളോ വന്നിട്ടുണ്ടോ എന്നതടക്കം അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അത് പരിശോധിച്ച് വരികയാണ്. ഏതായാലും അത്തരത്തിൽ എന്താണ് ഒരുപക്ഷെ ഈ JCB ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ നെയ്യാറ്റിൻകര സ്വദേശിയെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം, നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, ഒപ്പം തന്നെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ദീപു സോമനെ കൊന്നത് ഏതായാലും അന്വേഷണ സംഘം അത്തരത്തിലൊരു നിഗമനത്തിൽ എത്തുന്നില്ല. കാരണം ഈ 10 ലക്ഷം രൂപ അപഹരിക്കാൻ വേണ്ടി മാത്രം ദീപു സോമനെ കഴുത്തറുത്ത് കൊന്നു എന്നൊരു രീതിയിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യം, നേരത്തെ ഇദ്ദേഹത്തിന്റെ കുടുംബം ആരോപിച്ചതുപോലെ തന്നെ നേരത്തെ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇദ്ദേഹത്തിന് ഭീഷണി അടക്കം ഉണ്ടായിരുന്നു എന്നത് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യമുണ്ടോ എന്നത് തന്നെയാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. അങ്ങനെ ഉണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് തന്നെയാണ് എത്തുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള അങ്ങനെ ഒരു കേന്ദ്രീകരിച്ചുകൂടി, കാരണം ഈ 10 ലക്ഷം രൂപയും ഫോണും കവർന്നിട്ടുണ്ട്. അതിനെന്തിന് ഈ പറയുന്നത് പോലെ JCB വാങ്ങാനായി പോകുന്നതിനിടയിൽ വണ്ടിയിലേക്ക്, ഈ പറയുന്ന JCB ഓപ്പറേറ്റർക്കാണ് പങ്കെങ്കിൽ എന്തുകൊണ്ട് ആ വണ്ടിയിലേക്ക് പോകുന്നു, കളിയക്കാവിളയിൽ വെച്ച് ഇത്തരത്തിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഏതായാലും കവർച്ച എന്നൊരു ഇന്റൻഷൻ മാത്രമല്ല ഇതിൽ എന്നൊരു രീതിയിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘം എത്തുന്നത്. എങ്കിൽ മറ്റെന്ത് കാരണം എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് പോലെ ബിസിനസ് പാർട്ട്ണർമാരെയും പരിചയക്കാരെയും ഒക്കെ തന്നെയും ചോദ്യം ചെയ്യുന്നത്. അരുൺ, ഓക്കെ, താങ്ക് യു സുനിഷ. കാര്യങ്ങൾ പ്രേക്ഷകർക്കും ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ടാവും.